ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജയാസ് റെസിപ്പീസ്. ഇന്ന് ഞാനൊരു ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു തേങ്ങാ ചമ്മന്തി, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തേങ്ങാ ചമ്മന്തി. ഇന്ന് ഞാൻ പ്രത്യേകിച്ച് ചോറിന് കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ചമ്മന്തി എന്തായാലും ഉണ്ടാക്കാമെന്ന്, ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. അപ്പോൾ പിന്നെ അത് നിങ്ങളെയും കൂടിയും കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ചൂട് കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി ചമ്മന്തിയാണ്. എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ആ ഒരു സ്റ്റൈലിലാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ്, സിമ്പിളാണ്, അതേപോലെ കൂടുതൽ വഴറ്റാനൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ്. ഈ ചമ്മന്തി എന്ന് പറഞ്ഞാൽ ഒപ്പം ഒരുപാട് ഓർമ്മകൾ കൂടി വരുന്നൊരു ചമ്മന്തിയാണ്. കാരണം ഇത് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് കൊയ്ത്തുകാലമൊക്കെ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ മുറ്റം നിറയെ കൊയ്ത്തുകാരായിരിക്കും. അപ്പോൾ വൈക്കോൽ കുണ്ടകളും അതൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കും. നല്ല രസമാണ് ആ സമയത്ത്. അപ്പോൾ ആ സമയത്ത് കൊയ്ത്തുകാർക്ക് വേണ്ടിയിട്ട് അമ്മ ഒരുപാട് വലിയ ചെമ്പിൽ കഞ്ഞി ഉണ്ടാക്കിയിട്ട് ഈ ചട്നി അല്ലെങ്കിൽ പുളിങ്ങാട ചട്നി, ഏതെങ്കിലും ഒരു ചട്നി ആയിരിക്കും അതിൻ്റെ കൂടെ അവർക്ക് കൂടെ വിളമ്പുക. അപ്പോൾ കൊയ്ത്തുകാലം കഴിയുന്നവരെ എൻ്റെ ഭക്ഷണവും അവരുടെ കൂടെ കഞ്ഞിയും ചമ്മന്തി ആയിരിക്കും. ഇപ്പോൾ പക്ഷേ ആ കാലമൊക്കെ പോയെങ്കിലും ഈ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ഇപ്പോഴും ആ കാലമൊക്കെ ഇങ്ങനെ ഓർമ്മയിൽ വരും. അപ്പോൾ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ചമ്മന്തിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല പച്ച ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചിരകി എടുത്തതാണിത്. ഇത് ഒരു 1/2 കപ്പ് ഇതേപോലെ ഇങ്ങനെ ഫുള്ളായിട്ടുണ്ട്. അതായത് ഇതുപോലൊരു മുറിയുടെ ഒരു പകുതിയോളം ചിരകി എടുത്തിട്ടുണ്ട്. ഇത് വലിയൊരു മുറിയാണ്. ഇതിൻ്റെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെ നിറച്ചും ഇതിപ്പോൾ കണ്ടില്ലേ, ഒരു 1/2 കപ്പ് ഫുള്ളായിട്ടുണ്ട് ഇത്. പിന്നെ അതിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇല വേണം. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി വേണം. പിന്നെ പച്ചമുളക് വേണം. പച്ചമുളക് ശരിക്കും വേണ്ടതിന് കാന്താരി മുളക്, നമ്മൾ ചീനമുളക് എന്നൊക്കെ പറയില്ലേ, നല്ല എരിവുള്ളത്, നല്ല അതാണ് വേണ്ടത്. പക്ഷെ എനിക്കിവിടെ കിട്ടാനില്ലാത്ത കാരണം ഞാനിപ്പോൾ ഇവിടെ പച്ചമുളക്, അത് എരിവിന് ആവശ്യത്തിനുള്ളതാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ചീനമുളക് അല്ലെങ്കിൽ കാന്താരി മുളക് കിട്ടുന്നുണ്ടെങ്കിൽ അതന്നെ ചേർക്കണം. പിന്നെ ചെറിയൊരു കഷ്ണം കുറച്ച് പുളി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ചെറിയ ചുവന്നുള്ളിയാണത്. പിന്നെ ചുവന്ന മുളക് വേണം. ചുവന്ന മുളകിന് ശരിക്കും ഇതേപോലെ നല്ല എരിവുള്ള മുളക് ആണ് എടുക്കേണ്ടത്. പക്ഷെ ഇത്രയും എരിവ് ഞാൻ കൂട്ടാത്ത കാരണം ഞാൻ കാശ്മീരി ചില്ലിയാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ സാധാരണ നല്ല എരിവ് കൂട്ടുന്ന ആൾക്കാരാണെങ്കിൽ ഈ മുളക് തന്നെ എടുത്താൽ മതി. അപ്പോൾ അതും എരിവിന് ആവശ്യത്തിന് എത്ര വേണ്ടത് വെച്ചാൽ അത്ര എടുക്കാം. 2 or 3 എടുത്താൽ മതി. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം ഞാൻ പറഞ്ഞില്ല. പിന്നെ കുറച്ച് ഉപ്പ്. ഇത്ര ആണ് സാധനങ്ങൾ വേണ്ടത്. ഇതിൽ ആകെ ഈ മുളക് മാത്രം നമ്മളൊന്ന് ചുട്ടെടുക്കും. ബാക്കിയെല്ലാം ഇതേപോലെ പച്ചക്ക് തന്നെയാണ് അരയ്ക്കുക. ഒന്നും വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. മുളക് മാത്രം നന്നായിട്ടൊന്ന് ചുട്ടെടുക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഞാൻ എണ്ണയിൽ ഒന്ന് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കണേ ഉള്ളൂ, ഒന്ന് വഴറ്റിയെടുക്കണേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങളിത് ചുട്ടെടുത്താലും മതി. എന്നിട്ട് ഇതെല്ലാം കൂടി അരച്ചെടുക്കാം. ഞാൻ കുറച്ച് എണ്ണ, ഒരു 1/2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ മുളക്, ഉണക്കമുളക്, ചുവന്ന മുളക് ഇട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കുകയാണ്. ഇതിപ്പോൾ അടുപ്പിൽ വെച്ച് അല്ലെങ്കിൽ ഗ്യാസിൻ്റെ മീതെ വെച്ചിട്ട് ഒന്ന് ചുട്ടെടുത്താലും മതി. അപ്പോഴാണ് കൂടുതൽ ചുട്ടെടുത്ത മുളകിനാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ഇത് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറ് ഞാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് തേങ്ങ ചേർക്കാം. പിന്നെ ചെറിയ ഉള്ളി 2 എണ്ണം എടുത്താൽ മതി. അതിൽ കൂടുതൽ എടുക്കണ്ട. 1 or 2 മതി, അതിൽ കൂടുതൽ എടുക്കണ്ട. പിന്നെ ഇഞ്ചി ഇതിൽ നല്ലൊരു ടേസ്റ്റാണ് ഇഞ്ചി. പിന്നെ പുളി, കറിവേപ്പില. പിന്നെ നമുക്ക് വഴറ്റി വെച്ച മുളകും ഇതിലേക്ക് ചേർക്കാം. പിന്നെ പച്ചമുളകും ഇതിലേക്ക് ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. വെള്ളം കല്ലിൽ വെച്ചിട്ട് അരച്ചാലാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നമ്മളിപ്പോൾ മിക്സിയിൽ ഇട്ടിട്ടാണ് അരയ്ക്കുന്നത്. അപ്പോൾ ഇത് ഒന്ന് ഒതുക്കിയെടുക്കുകയാണ് വേണ്ടത്. ഇത് വല്ലാതെ അരയാൻ പാടില്ല. ഒന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം. വല്ലാതെ മിനുസായിട്ട് അരഞ്ഞാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് കുറയും. അപ്പോൾ ഒന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾ അരച്ചെടുക്കുമ്പോൾ ആദ്യം ഒന്ന് അടിച്ചു നോക്കുക. എന്നിട്ട് തീരെ അരയുന്നില്ലെങ്കിൽ 1 സ്പൂണ് വെള്ളം ഒഴിച്ച് നോക്കുക. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് നോക്കണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് വളരെ കുറച്ച് വെള്ളം, 1 or 2 സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് ഇത് തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് നമുക്കിത് ഉരുട്ടിയെടുക്കണം. അധികം വെള്ളം അതിൽ ചേർക്കില്ല. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കാം.
അപ്പോൾ ചമ്മന്തിയൊക്കെ റെഡിയായി. ഇതിപ്പോൾ അരച്ചെടുത്തപ്പോൾ തന്നെ ആ ഇഞ്ചിയും പച്ചമുളകും അതുപോലെ തന്നെ ആ പുളിയും കറിവേപ്പിൻ്റെ ഇലയൊക്കെ കൂട്ടി ചതച്ചപ്പോൾ തന്നെ നല്ലൊരു മണവും നല്ലൊരു ഫ്ലേവറും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇതിൻ്റെ ടേസ്റ്റ് എത്രയായിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ കാശ്മീരി ചില്ലി പച്ചമുളക് ഉപയോഗിച്ചപ്പോൾ തന്നെ അത്യാവശ്യം നല്ല എരിവുണ്ട്. അപ്പോൾ എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ അതിനി ചൂട് കഞ്ഞിയുടെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ചട്നിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. ഇനി നമുക്ക് വീണ്ടും ഒരു ഈസി റെസിപ്പിയായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.